ഹായ് ഗെയ്സ്, നമുക്ക് ഇന്ന് കറണ്ട് അഫയേഴ്സ് നോക്കാം. തൊഴിൽ വാർത്തയിലതാണേ. അപ്പോൾ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത്? അപ്പം അതിൻ്റെ പേര് അഗ്നി എന്നാണ്. അപ്പം റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത്? അഗ്നി. ഏതാണ് അഗ്നി? 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി പ്രൈം മിസൈലാണ്. 2025 സെപ്റ്റംബർ 25 DRDO വിക്ഷേപിച്ചതാണ്. അപ്പോൾ അത് 2025 സെപ്റ്റംബർ 25 DRDOയാണ് വിക്ഷേപിച്ചത്. ഈ 2000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. അഗ്നി പ്രൈം മിസൈലാണ്. രാജ്യത്തെവിടെയുമുള്ള റെയിൽ ശൃംഖലയിലൂടെ എളുപ്പത്തിലും വേഗത്തിലും മിസൈലുകൾ എത്തിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും കഴിയുമെന്നതാണ് മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിൻ്റെ പ്രത്യേകത. രാജ്യത്തെവിടെയുമുള്ള റെയിൽ ശൃംഖലയിലൂടെ എളുപ്പത്തിലും വേഗത്തിലും മിസൈലുകൾ എത്തിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും കഴിയുമെന്നതാണ് മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിൻ്റെ പ്രത്യേകത. റെയിൽ അധിഷ്ഠിത സംവിധാനങ്ങളെ സൈനിക സേവനങ്ങളിൽ ഉൾപ്പെടുത്താൻ ഇത് സഹായിക്കും. അപ്പം കൂടുതലും സൈനിക സംവിധാനങ്ങളെയാണ്, അങ്ങനെയുള്ള റെയിൽ അധിഷ്ഠിത സംവിധാനങ്ങളെ സൈനിക സേവനങ്ങൾ ഉൾപ്പെടുത്താനാണ് ഇത് സഹായിക്കുന്നത്. അഗ്നി റെയിൽ ശൃംഖലയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന കാനിസ്ട്രൈസ്ഡ് ലോഞ്ച് സിസ്റ്റം വികസിപ്പിച്ച ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതോടെ ഇന്ത്യയും ഇടം നേടി. UN പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് 2025 സെപ്റ്റംബർ 9 മുതൽ 29 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്നത്? 80. അപ്പോൾ UN പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് 2025 സെപ്റ്റംബർ 9 മുതൽ 29 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്നത്? 80ാമത്. അപ്പോൾ UN പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് 2025 സെപ്റ്റംബർ 9 മുതൽ 29 വരെ സെപ്റ്റംബർ 29 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്നത്? 80ാമത്തതാണ്. 80ാമത്തത്. ബെറ്റർ ടുഗദർ 8 years ആൻഡ് മോർ ഫോർ പീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് സമ്മേളനത്തിൻ്റെ പ്രമേയം. അപ്പോൾ സമ്മേളനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ബെറ്റർ ടുഗദർ 8 years ആൻഡ് മോർ ഫോർ പീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് സമ്മേളനത്തിൻ്റെ പ്രമേയം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻറ്റിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണ്? വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം എവിടെയാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻറ്റിലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. സമുദ്രനിരപ്പിന് 862 അടി ഉയരത്തിൽ കൈലാസഗിരിക്ക് മുകളിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാലം എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ദക്ഷിണേന്ത്യയിലാണ്. സമുദ്രനിരപ്പിന് 862 അടി ഉയരത്തിൽ കൈലാസഗിരിക്ക് മുകളിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 7 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 55 മീറ്റർ നീളമുള്ള പാലം കേരളത്തിലെ വാഗമൺ ഗ്ലാസ് പാലത്തിൻ്റെ 38 മീറ്റർ നീളത്തെയാണ് മറികടന്നത്. അപ്പം 7 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 55 മീറ്റർ നീളമുള്ള പാലം കേരളത്തിലെ വാഗമൺ ഗ്ലാസ് പാലത്തിൻ്റെ 38 മീറ്റർ നീളത്തെയാണ് മറികടന്നിരിക്കുന്നത്. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ഈ തവണ ലഭിച്ചത് നമ്മുടെ KJ യേശുദാസിനാണ്. നമ്മുടെ ഗാനഗന്ധർവനാണ്. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ഈ തവണ ലഭിച്ചത് KJ യേശുദാസ്. 1 ലക്ഷം രൂപയും സ്വർണ്ണ മെഡലുമാണ് പുരസ്കാരം. IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് നൽകി വരുന്ന കുടിയേറ്റ ഇതര വിസ പരിഷ്കരിക്കാൻ US സർക്കാർ തീരുമാനിച്ചു. വിസയുടെ പേരാണ് HIB. അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് അരുന്ധതി റോയിയാണ്. അമ്മയെക്കുറിച്ച്, അരുന്ധതി റോയിയുടെ അമ്മയെക്കുറിച്ച് ആണ് അത് അരുന്ധതിയുടെ അമ്മ മേരിയെക്കുറിച്ചാണ് എഴുതിയത്. അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് അരുന്ധതി റോയ്, അമ്മയ്ക്ക് വേണ്ടി. ഇന്ത്യയിലെ ക്രിസ്ത്യൻ വനിതകളുടെ സ്വത്തവകാശത്തിനായി പോരാടിയ അമ്മ മേരി റോയിയുമായുണ്ടായിരുന്ന സങ്കീർണമായ ബന്ധം പ്രതിപാദിക്കുന്ന കൃതിയാണിത്. അപ്പം ഇന്ത്യയുടെ ക്രിസ്ത്യൻ വനിതകൾക്ക് സ്വത്തവകാശത്തിന് അവകാശമില്ലായിരുന്നു. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേക സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു. അപ്പം അതിനു വേണ്ടി മേരി റോയി പോരാടി. അതിനൊരു പോരാടി
അതിലൊരു വിജയം കണ്ട ഒരു വനിതയാണ് മേരി റോയ്. അവരുടെ മകളാണ് ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയ്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ വനിതകളുടെ സ്വത്തവകാശത്തിനായി പോരാടിയ അമ്മ മേരി റോയിയുമായി ഉണ്ടായിരുന്ന സങ്കീർണമായ ബന്ധം പ്രതിപാദിക്കുന്ന കൃതിയാണിത്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ നേടിയത് നടി ഷീലയും ഗായിക PK മേദിനിയുമാണ്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ നേടിയത് നടി ഷീല, ഗായിക PK മേദിനി. ആജീവനാന്ത സംഭാവനയ്ക്കാണ് ഇരുവർക്കും 1 ലക്ഷം രൂപ വീതമുള്ള പുരസ്കാരം ലഭിച്ചത്. മറ്റു പുരസ്കാരങ്ങൾ മികച്ച കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചിയാണ്, മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്, മികച്ച നഗരസഭ നെടുമങ്ങാട്, ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട്. അപ്പം സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് വയോസേവന അവാർഡുകൾ തേടിക്കൊടുത്തത് ഷീലയ്ക്കും PK മേദിനിക്കുമാണ്. പിന്നെ ആജീവനാന്ത സംഭാവനയ്ക്കാണ് ഇവർക്ക് രണ്ടുപേർക്കും നൽകിയത്. മറ്റ് പുരസ്കാരങ്ങൾ വെച്ചാൽ മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം നൽകിയത് കൊച്ചിക്കാണ്, മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡാണ്, മികച്ച നഗരസഭ നെടുമങ്ങാടാണ്, ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത് മാനന്തവാടിയാണ് വയനാട്, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ അത് കോഴിക്കോടാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് വിവേക് ഗുപ്ത സന്മാർഗ് ഗ്രൂപ്പ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് വിവേക് ഗുപ്ത സന്മാർഗ് ഗ്രൂപ്പ്. ലോക വിനോദസഞ്ചാര ദിനം എന്നാണെന്ന് വെച്ചാൽ സെപ്റ്റംബർ 27 നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം. യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ UNWTO ആഭിമുഖ്യത്തിൽ 1980 മുതൽ ദിനാചരണം നടന്നു വരികയാണ്. എന്തിൻ്റെയാണ്? വിനോദസഞ്ചാര ദിനം. ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് 2025 ദിനാചരണ വിഷയം. അപ്പം ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് 2025 ദിനാചരണ വിഷയം. മലേഷ്യയിലെ മലാക്ക നഗരത്തിലാണ് 2025 ആഗോള വിനോദസഞ്ചാര ദിനം ആഘോഷം നടന്നത്. മലേഷ്യയിലെ മലാക്ക നഗരത്തിലാണ് 2025 ആഗോള വിനോദസഞ്ചാര ദിനാഘോഷം നടന്നത്. കേരളത്തിൽ സേവനമനുഷ്ഠിച്ച ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരം അടുത്തിടെ പുറത്തിറങ്ങി. കേരളത്തിലെ സേവനമനുഷ്ഠിച്ച ഉന്നത ഉദ്യോഗസ്ഥർ, അപ്പോൾ അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ബിയോണ്ട് സിനിസിസം, കേരള 2.0, ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈസേഴ്സ്. ബിയോണ്ട് സിനിസിസം, കേരള 2.0, ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈഡേഴ്സ്. PH കുര്യൻ, D ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നതാണ് പുസ്തകം എഡിറ്റ് ചെയ്തത്. ആരാണ്? PH കുര്യൻ, D ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പുസ്തകം എഡിറ്റ് ചെയ്തത്. അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവായ പെരിയോർ അല്ലേ, എല്ലാവർക്കും അറിയാം, EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത്? അരുക്കൂറ്റി, ആലപ്പുഴ. വെരി ഇമ്പോർട്ടൻ്റ് ആണിത്. അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവായ പെരിയോർ EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത്? അരുക്കൂറ്റി, ആലപ്പുഴ. അരുക്കൂറ്റി എവിടെയാണ്? ആലപ്പുഴ ജില്ല. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴ ജില്ല. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പെരിയോറിനെ അന്നത്തെ രാജഭരണം അരുക്കൂറ്റിയിലെ ജയിലിലടച്ചതിൻ്റെ സ്മരണാർത്ഥം തമിഴ്നാട് സർക്കാരാണ് തന്തൈ പെരിയാർ സ്മാരകം നിർമ്മിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹത്തിൽ ആര് പങ്കെടുത്തു? പെരിയോർ പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്ന് രാജഭരണമായിരുന്നല്ലോ. അപ്പോൾ അവർ അരുക്കൂറ്റിയിലെ ജയിലിലടച്ചു. അരുക്കൂറ്റി എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഇതിൻ്റെ സ്മരണാർത്ഥമാണ് തമിഴ്നാട് സർക്കാർ തന്തൈ പെരിയാർ സ്മാരകം നിർമ്മിക്കുന്നത്. 1985 വൈക്കത്ത് പെരിയാറിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ 1985 വൈക്കത്ത് പെരിയോറിൻ്റെ പ്രതിമ സ്ഥാപിച്ചു. ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജിയോർജിയ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കൊള്ളാലോ. ഇറ്റലിയിലെ പ്രധാനമന്ത്രിയാണ് ജിയോർജിയ മെലോനിയുടെ. അപ്പം ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജിയോർജിയ മെലോനിയാണ്. അവരുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. നോട്ട് ദ പോയിന്റ്. ഐ ആം ജിയോർജിയ, മൈ ടൂൾസ്, മൈ പ്രിൻസിപ്പിൾസ് എന്നാണ് ആത്മകഥയുടെ പേര്. ഐ ആം ജിയോർജിയ, മൈ ടൂൾസ്, മൈ പ്രിൻസിപ്പിൾസ് എന്നാണ് ആത്മകഥയുടെ പേര്. ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29. അപ്പോൾ നമ്മൾ പറഞ്ഞു 27-ാം തീയതി എന്നാണെന്ന് പറഞ്ഞു. വിനോദസഞ്ചാര ദിനമെന്ന് പറഞ്ഞു എങ്കിൽ 28 റാബിസ് ഡേ ആണ് കേട്ടോ. അപ്പോൾ 29 ആണെങ്കിലോ ലോക ഹൃദയ ദിനമാണ്, സെപ്റ്റംബർ 29.
ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്? 5 വിക്കറ്റിനാണ്. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് 20 ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത്? 5. ഏഷ്യ കപ്പ് ചരിത്രത്തിൽ 9ാം തവണയാണ് ഇന്ത്യ കിരീടം നേടിയത്. 20 ഫോർമാറ്റിൽ 2ാം തവണയും. തമിഴ്നാട്ടിലെ കരൂർ വെല്ലുസ്വാമിപുരം ഈയിടെ വാർത്താ പ്രാധാന്യം നേടി. എങ്ങനെയാണ്? സെപ്റ്റംബർ 27 തമിഴക വെട്രി കഴക്കം നേതാവും നടനുമായ വിജയിയുടെ പ്രചരണ യോഗത്തിനിടെയുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ദ പോയിന്റ്. തമിഴ്നാട്ടിലെ കരൂർ വേലുസ്വാമിപുരം ഈയിടെ വാർത്താ പ്രാധാന്യം നേടിയത് അപ്പം എന്താണ് അത് പ്രത്യേകം ഓർക്കുക, അന്ന് ടൂറിസം ദിനമാണ് അല്ലേ. അപ്പോൾ സെപ്റ്റംബർ 27 തമിഴക വെട്രി കഴകം നേതാവും നടനുമായ വിജയിയുടെ പ്രചരണ യോഗത്തിനിടെയുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടു. അപ്പം ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. കരൂർ വേലുസ്വാമിപുരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. അത് സെപ്റ്റംബർ 27 എന്ന് പറഞ്ഞ ടൂറിസം ദിനമാണ്. അത് ഓർത്ത് വയ്ക്കുക, ഇതുമായി ബന്ധമില്ല എങ്കിലും. തമിഴക വെട്രി കഴകം, അപ്പോൾ തമിഴക വെട്രി കഴകം നേതാവ് ആരാണ്? നടനായ വിജയാണ്. തമിഴ്നാടിൻ്റെ ഇതിഹാസമായ അല്ലേ, അതിൻ്റെ രോമാഞ്ചമായ വിജയാണ്. പ്രചരണ യോഗത്തിനിടെ ഉണ്ടായ ദുരന്തമാണ് ഇതുമായി ബന്ധപ്പെട്ടത്. ഏതാണ്? കരൂർ വെല്ലുസ്വാമിപുരം, തമിഴ്നാട്ടിലെ. ദുരന്തത്തിൽ 41 പേർ മരിച്ചു. അത് ഓർത്ത് വയ്ക്കുക, 41 പേർ മരിച്ചു. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി 2ാമത് നിയമിക്കപ്പെട്ടത് ആർ വെങ്കിട്ടരമണി. അപ്പോൾ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. മലയാളി കൂടിയായ നിയമജ്ഞൻ കെ വേണുഗോപാൽ വിരമിച്ച ഒഴിവിൽ 2022 ആദ്യം നിയമിക്കപ്പെട്ടത്. അപ്പോൾ മലയാളി കൂടിയായ നിയമജ്ഞൻ കെ വേണുഗോപാലാണെന്ന് ഓർക്കുക. ആ വിരമിച്ച ഒഴിവിലാണ് 2022 ആദ്യം നിയമിക്കപ്പെട്ടത്. ആര്? ആർ വെങ്കിട്ടരമണി. അപ്പോൾ വെങ്കിട്ടരമണിക്ക് മുമ്പ് വന്ന അറ്റോർണി ജനറൽ ആരാണെന്ന് നിയമജ്ഞനായ കെ വേണുഗോപാൽ ആണ്, ഓർക്കുക. ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതി വാതക നിക്ഷേപം നാച്ചുറൽ ഗ്യാസ് കണ്ടെത്തിയത്? ശ്രീവിജയപുരത്താണ്. ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം നാച്ചുറൽ ഗ്യാസ് കണ്ടെത്തിയത്? ശ്രീവിജയപുരത്താണ്. ആൻഡോമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് 17 കിലോമീറ്റർ അകലെയാണിത്. അപ്പോൾ ആൻഡോമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് 17 കിലോമീറ്റർ അകലെയാണ് ശ്രീവിജയപുരം ഉള്ളതെന്ന് ഓർക്കുക.